വൈപ്പ് കോഡ് ചെയ്യണമെന്നുള്ളവർക്കും അസിസ്റ്റഡ് പ്രോഗ്രാമിലോട്ട് കടക്കണമെന്നുള്ളവർക്കും അല്ല ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഞാൻ ഒരു പുതിയ ടൂള് പരിചയപ്പെടുത്തി തരാനാണ് വന്നിരിക്കുന്നത്. അതാണ് ക്ലോഡ് കോഡ്. ക്ലോഡ് കോഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലോഡ് എന് ഓർമ്മ വരും. അത് തന്നെയാണ് ആന്ത്രോപിക് കമ്പനിയുടെ ക്ലോഡ്. അവർ കോഡിങ്ങിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ഒരു ടെർമിനൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അസിസ്റ്റഡ് പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയും വൈപ്പ് കോഡിംഗ് ചെയ്യാൻ വേണ്ടിയും പല ബേസ്ഡ് കോഡിംഗ് ടൂൾസും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിൽ തന്നെ ഏജന്റിക്ക് ഐഡി സ്പെസിഫിക് ആയിട്ടുള്ള കഴ്സർ, ആന്റി ഗ്രാവിറ്റി, കോഡെക്സ് ഇതെല്ലാം നമ്മൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അത് കാണാനായാലും അതിലുള്ള ഫീച്ചേഴ്സ് ആയാലും. കാണാനെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ടെർമിനൽ ബേസ് ചെയ്തിട്ടായതുകൊണ്ട് നമുക്ക് ടെർമിനലിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും VS കോഡിലും ഡെസ്ക്ടോപ്പ് ആപ്പിലും. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റീസെന്റ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് ഡെവലപ്പേഴ്സ് ഈ ക്ലോഡ് കോഡിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് തന്നെയാണ്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മളത് ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞാൽ പോലും തീരത്തില്ല. അപ്പോൾ ഇറ്റ്സ് മീ ജോബിൻ സെൽവാനോസ് ആൻഡ് വെൽക്കം to the video. ഈ ക്ലോഡ് കോഡ് ഒരുപാട് മാസങ്ങൾക്ക് മുമ്പേ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. ഇത് റിലീസായ സമയത്ത് ഞാൻ ഇനിഷ്യലി ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് റീസെന്റ് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. ഒരുപാട് പേര് ക്ലോഡ് കോഡിലോട്ട് വരുന്നുണ്ട്. അതിനൊക്കെ മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ക്ലോഡ് കോഡിലുള്ള ഫീച്ചേഴ്സിന്റെ ലിസ്റ്റ് തന്നെയാണ്. അതിന് പുറത്ത് ക്ലോഡിലുള്ള മോഡൽസും നല്ല പവർഫുൾ ആണ്. ഓപ്പസ് ആയാലും സോണറ്റ് ആയാലും ഇതെല്ലാം നല്ല പവർഫുൾ മോഡൽസ് ആണ്. ഇത് അപ്ഗ്രേഡ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സമയം കളയാതെ തന്നെ ഇതിലെ ഓരോ ഫീച്ചേഴ്സും ഞാൻ ക്വിക്കായിട്ട് പറഞ്ഞുതരാം. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പെർസിസ്റ്റന്റ് മെമ്മറിയാണ്. പെർസിസ്റ്റന്റ് മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റിനെ പറ്റി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇതിനെ ഒരു മെമ്മറി ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയും നമ്മളൊരു പുതിയ സെഷൻ എടുത്താലും നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നതിനെ പറ്റി ഇതിന് നല്ല നോളജ് കാണും. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ആ പഴയ കാര്യം ഓർമ്മിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു സെയിം ബെനിഫിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ മറ്റുള്ള ഏജന്റിക് ഐഡിയയിലും നമുക്ക് പോസിബിൾ ആക്കാന്നേ ഉള്ളൂ. പക്ഷെ അത് മാനുവൽ കുറച്ച് എഫേർട്സ് കൂടുതലാണ്. ഞാൻ അല്ലാത്ത ഏജൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് ക്ലോഡ് കോഡിലോട്ട് വന്നപ്പോൾ ഇതാണ് മെയിനായിട്ട് തോന്നിയത്. പിന്നെ റീസെന്റ് ആയിട്ട് ഇപ്പോൾ റിമോട്ട് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രൊജക്ട് എക്ക് ഇംഗ്ലീഷിൽ പ്രോംപ്റ്റ് കൊടുത്ത് വൈബാട്ട് ഇങ്ങനെ കോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈബാട്ട് ഒന്ന് ചായ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുമ്പോൾ ഇത് ആൾറെഡി കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ മിണ്ടാതിരിക്കത്തില്ലേ. പക്ഷേ നമുക്കത് ഫോണിൽ ബാക്കി പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റി എങ്ങനെയായിരിക്കും? ഇപ്പം നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തു, അതിനുശേഷം അത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൊബൈലിലോട്ട് ഇതൊന്ന് റിമോട്ട് കൺട്രോളായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുന്നു, അതിനുശേഷം മൊബൈലിൽ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇത് ഇരുന്ന് ബാക്കി ഇതിൽ തന്നെ വർക്ക് ചെയ്യുന്നു, നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ വർക്ക് ചെയ്യുന്നു. തിരിച്ചു വന്നിട്ട് ബാക്കി നമുക്ക് കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനും പറ്റും. ഇതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഏജൻസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഏജൻസിൽ സബ് ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഏജൻസിനെയൊക്കെ കൊണ്ടൊരു ഏജൻസിന്റെ ടീം ഉണ്ടാക്കാം. ഈ ഏജൻസ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഏജന്റിന് ഒരു പണി കൊടുക്കാം. ഇപ്പോൾ ആ ഏജന്റിനെ കൊണ്ട് ഇപ്പോൾ ഡോക്യുമെന്റേഷൻ മാത്രമേ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. വേറൊരു ഏജന്റിനെ എടുത്തിട്ട് അതിനെ കൊണ്ട് ഡീബഗിങ് മാത്രം ചെയ്യിപ്പിക്കും. വേറൊരു ഏജന്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ കൊണ്ട് കോഡ് മാത്രം എഴുതിപ്പിക്കും. വേറൊരു ഏജന്റിനെ എടുത്തിട്ട് അതിനെ കൊണ്ട് ടെസ്റ്റിംഗ് മാത്രം ചെയ്യിപ്പിക്കും. അപ്പോൾ പല ഏജന്റിനും പല പണി കൊടുക്കാം. ഈ ഓരോ ഏജൻസിനെ നമുക്ക് ഓരോ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മൾ ഓരോരുത്തർക്കായി ഓരോ പണി കൊടുക്കുന്നു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം ഇതുപോലെ ലിസ്റ്റ് ബൈ ലിസ്റ്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഇനി നിങ്ങൾക്ക് എങ്ങനെ ഈ ക്ലൗഡ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നും സെറ്റപ്പ് ചെയ്യാമെന്നും അത് യൂസ് ചെയ്ത് ഒരു പ്രൊജക്ട് ഡെമോ ആയിട്ട് ചെയ്ത് ഈ ക്ലൗഡ് കോഡ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഒരു ബേസിക് ഫംഗ്ഷനാലിറ്റി ഒക്കെ പറഞ്ഞുതരാം. അതിന് പുറത്ത് നമുക്ക് ഈ റിമോട്ട് കൺട്രോൾ എങ്ങനെ സെറ്റപ്പ് ചെയ്ത് മൊബൈൽ വെച്ച് അത് യൂസ് ചെയ്യാമെന്നും സ്കിൽസ് ഇൻസ്റ്റാൾ ചെയ്യണം എങ്ങനെയാണെന്നും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. ആദ്യം തന്നെ ക്ലൗഡ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഗൂഗിൾ എടുത്തിട്ട് ക്ലോഡ് കോഡ് എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. ഫസ്റ്റ് വന്നിട്ടുള്ള ഡോക്യുമെന്റേഷൻ ആണ്, രണ്ടാമത് വന്നിട്ടുള്ള ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആണ്, മൂന്നാമത് വന്നിട്ടുള്ളത് എൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് ആണ്. അപ്പം നമുക്ക് അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും ബിൽഡ് ഫോർ കോഡേഴ്സ്, അങ്ങനെ ഓരോ സംഭവം നമുക്ക് കാണാം. ഇതുപോലെ ക്ലോഡ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലിങ്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം താഴോട്ട് പോകാം. ടെർമിനലിലാണ് ഇത് മെയിൻലി എല്ലാവരും യൂസ് ചെയ്യാറ്. പിന്നെ ചിലർ ഇത് VS കോഡിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ക്ലൗഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവരുടെ ക്ലൗഡ് എൻവയോൺമെന്റ് യൂസ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ വലിയ സ്പെക്കില്ലെന്ന് വെച്ചാൽ ഇവരുടെ ക്ലൗഡ് എൻവയോൺമെന്റിൽ നമുക്കത് സെറ്റപ്പ് ചെയ്ത് റൺ ചെയ്യാൻ പറ്റും. അപ്പം അതെല്ലാം ഇവരുടെ ഹോം പേജിൽ കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് കുറച്ചും കൂടെ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഇവരുടെ പ്രൈസിങ് പേജ് കാണാൻ പറ്റും. ഇവരുടെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് $17. അത് ഇയർലി എടുത്താലാണ്. നമ്മൾ മന്ത്ലി ആണ് ബില്ല് ചെയ്യണമെങ്കിൽ $20 ആവുന്നത്. ഇത് ഫ്രീ അല്ല കേട്ടോ. ഫ്രീ ആയിട്ട് നമുക്ക് ക്ലൗഡ് കോഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലൗഡിന്റെ യൂസ് ചെയ്യാൻ പറ്റും. ക്ലൗഡിന്റെ നമ്മൾ ജെമിനിയോടും ChatGPT-ന്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തെ നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ റെസ്പോൺസ് തിരിച്ച് ടെസ്റ്റ് ആയിട്ട് തരുന്ന കോൺവെർസേഷണൽ അസിസ്റ്റന്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കത് കറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈസിങ് പേജിൽ ഓവർവ്യൂ ഉണ്ട്.
ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, ഫ്രീ ആയിട്ടുണ്ട്. ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ബെനിഫിറ്റ്സ് കിട്ടും. പക്ഷേ അതിൽ ക്ലോഡ് കോഡ് വരുന്നില്ല. ക്ലോഡ് കോഡും വർക്ക്, ക്ലോഡിൻ്റെ തന്നെ ഒരു വർക്ക് എന്ന് പറഞ്ഞൊരു ടൂൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് അക്സസ് കിട്ടും ഈ പ്രോ പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ $20 നമ്മൾ കൊടുത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. $20 കൊടുത്തെന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമൊന്നുമില്ല, നല്ല വെർത്തായിട്ടുള്ളൊരു പ്രൊജക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൽ ഞാൻ കണ്ടിട്ടുള്ള ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ലിമിറ്റ് തീരും. ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഒരു യൂസേജ് ലിമിറ്റ് ഉണ്ട്. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യണം അടുത്തൊരു യൂസേജ് ലിമിറ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ കൂടുതൽ ലിമിറ്റ് വേണമെന്നുണ്ടെങ്കിലാണ് $100 ഉള്ളത്. ഇതിൽ നിന്നും കൂടുതൽ ലിമിറ്റ് വേണമെന്നുണ്ടെങ്കിൽ $200 പ്ലാനും അവരുടെയിലുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള $20 അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഈ ഒരു പേജിൽ വന്നിട്ട് ട്രൈ ക്ലോഡ് കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ഞാൻ ഇപ്പോൾ എൻ്റെ ആൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുകയാണ്. ഇതിപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക, അപ്ഗ്രേഡ് പ്ലാൻ ക്ലിക്ക് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യുക. എൻ്റെ അടുത്ത് ഇപ്പോൾ 20 നിന്ന് 100 പോകണമെന്നാണ് ആ അപ്ഗ്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഒന്ന് ബാക്ക് അടിച്ച് ഈ ഒരു പേജിലോട്ട് വരാം. അതായത് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത ഹോം പേജിലോട്ട് വരാം. അതിനുശേഷം ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ കാണുന്ന ഈ ഒരു ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക. ഇതിപ്പോൾ മാക്കിന് വേണ്ടിയുള്ള ലിങ്കാണ്. നിങ്ങൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വിൻഡോസിൻ്റെ ലിങ്ക് തന്നെ കാണിക്കും. അല്ല വീണ്ടും ഡൗട്ടാണെന്നുണ്ടെങ്കിൽ ക്ലോഡ് കോഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഇതിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ ആണ്. ഇതിൽ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് സ്പെസിഫിക്കലി പറയണുണ്ട്. ഈ ഒരു ഡോക്യുമെൻറ്റേഷനിൽ പറഞ്ഞിരിക്കും പോലെ എങ്ങനെ ഞാൻ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് പവർ ഷെല്ലിൻ്റെ ലിങ്ക് ഉണ്ട്, CMDയുടെ ലിങ്ക് ഉണ്ട്. അതുപോലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ് ഇവിടെ പറയുന്നുണ്ട്. വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ ഗിറ്റ് ഫോർ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നുണ്ട്. ഗിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെയൊക്കെ വെർഷൻ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒന്ന് വായിച്ച് നോക്കിയാൽ ആദ്യം നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാനേ ഉള്ളൂ. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് അതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഫയൽ കിട്ടും. ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് വിട്ടാൽ മതി. പക്ഷേ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണ വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഗിറ്റ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ്. അതിനുശേഷം CMDയിൽ റൺ ചെയ്യാനുള്ളൊരു കമാൻഡ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് CMD ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ താഴെ സെർച്ച് ബാർ ഉണ്ടെങ്കിൽ സെർച്ച് ബാർ ഓപ്പൺ ചെയ്യുക. അവിടെ CMD എന്ന് ടൈപ്പ് ചെയ്യുക. കമാൻഡ് പ്രോംപ്റ്റ് എന്നാണ്, CMD എന്നാണ് വിളിക്കാറ്. കമാൻഡ് പ്രോംപ്റ്റ് എന്ന് സെർച്ച് ചെയ്താലും മതി, CMD എന്ന് സെർച്ച് ചെയ്താലും മതി, രണ്ടും ഒന്നാണ്. നമുക്കിപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്യാം. വിൻഡോസിൻ്റെ CMDയിൽ റൺ ചെയ്യാനുള്ള കമാൻഡാണ്. ഇനി ചെയ്യാനുള്ളത് CMD തിരിച്ച് ഓപ്പൺ ചെയ്യുക. നമുക്ക് ഇനി ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി പേസ്റ്റ് ആയിക്കോളൂ ഇത്. ഇനി നമുക്കൊന്ന് എൻ്റർ ക്ലിക്ക് ചെയ്യാം. എൻ്റർ ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു കർസർ അവിടെ നിന്ന് ബ്ലിങ്ക് ചെയ്യണ കാണാം. അതിൻ്റെ അർത്ഥം അതൊന്ന് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് സെറ്റിംഗ് അപ്പ് ക്ലോഡ് കോഡ്, ഇൻസ്റ്റാളിങ് ക്ലോഡ് കോഡ്, നേറ്റീവ് ബിൽഡ്, ലേറ്റസ്റ്റ് എന്നൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സെറ്റപ്പ് നോട്ട്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വിൻഡോസ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇനി ക്ലോഡ് എന്നുള്ളൊരു കമാൻഡ് റൺ ചെയ്താണ് ഈ ക്ലോഡിനെ ഓപ്പൺ ചെയ്യാനുള്ളത്. പക്ഷേ ഇങ്ങനെ റൺ ചെയ്താൽ ഇത് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമുക്കിവിടെ സെറ്റപ്പ് നോട്ട്സ് എന്ന് പറഞ്ഞൊരു സംഭവം കാണിച്ചിട്ടുള്ളത്. അത് നമ്മളൊന്ന് ഫോളോ ചെയ്താൽ മതി. അത് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു പാത്ത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പാത്തിലില്ല. അതുകൊണ്ട് നമ്മൾ സിസ്റ്റം പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്ത് അതിൽ എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് ഓപ്പൺ ചെയ്ത് ഇതൊന്ന് സെറ്റപ്പ് ചെയ്യാനാണ്. എന്നിട്ട് ടെർമിനലൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാനും പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് ചെയ്യാം. ഈ ഒരു സെറ്റപ്പ് ചെയ്യാൻ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ഇവിടെ വന്നിട്ട് എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ENVI എന്ന് അടിച്ചപ്പോൾ തന്നെ എഡിറ്റ് ദ സിസ്റ്റം എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്ന് കൺട്രോൾ പാനലിൻ്റെ ഒരു സെർച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് എന്നൊരു ബട്ടൺ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. താഴെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം വേരിയബിൾസ് ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ പാത്തുണ്ട്. ഈ പാത്തിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പല പാത്തുകളും നമ്മുടെ കയ്യിൽ കിടക്കുന്നത് കാണാം. ഇനി ഇതിലൊരു ന്യൂ ക്ലിക്ക് ചെയ്ത് ന്യൂ പാത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ടെർമിനലിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു പാത്തൊന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം അതൊന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇവിടെ ഒന്ന് ഓക്കെ കൊടുക്കുക. ഇനി ഈ ടെർമിനൽ ഒന്ന് ക്ലോസ് ചെയ്യുക. ഒന്നും കൂടെ CMD ഒരു പുതിയ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ ക്ലോഡ് എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. നമുക്ക് ക്ലോഡ് ഓപ്പൺ ആയി വരുന്നത് കാണാം. ഇനി നമുക്ക് എങ്ങനെ മാക്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. നിങ്ങളൊരു വിൻഡോസ് യൂസർ ആണെന്നുണ്ടെങ്കിൽ ആ പോർഷൻ ഒന്ന് സ്കിപ്പ് ചെയ്തോ. ഇൻസ്റ്റലേഷൻ വരെയാണ് വിൻഡോസിലും മാക്കിലും ഡിഫറൻറ്റ് വേ ഉള്ളത്. ഇൻസ്റ്റലേഷന് ശേഷം ബാക്കി സെറ്റപ്പും യൂസേജും എല്ലാം സിമിലർ ആണ്. അപ്പോൾ ബാക്കി ഒന്ന് കണ്ടു നോക്കുമോ. അപ്പോൾ എൻ്റെതിപ്പോൾ മാക്ക് ആയതുകൊണ്ട് ഞാൻ ഇത് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ടെർമിനൽ ഓപ്പൺ ചെയ്യണുണ്ട്. എൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഈ കമാൻഡ് പേസ്റ്റ് ചെയ്തു, റൺ ചെയ്തു. ഈ കമാൻഡ് റൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ക്ലോഡ് കോഡ് സെറ്റപ്പ് ആവുന്നു എന്നൊക്കെ കാണിക്കണുണ്ട്. അതുപോലെ ക്ലോഡ് കോഡ്, നേറ്റീവ് ബിൽഡ്, ലേറ്റസ്റ്റ് വെർഷൻ ഇൻസ്റ്റാളിങ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, ഇൻസ്റ്റലേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത് ക്ലോഡ്
ഹെൽപ്പ് റൺ ചെയ്താൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാമെന്ന് പറയുന്നുണ്ട്. അത് റൺ ചെയ്താൽ ഇത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള ടെർമിനൽ കമാൻഡ്സ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇതൊന്നും കണ്ട് പേടിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി പറഞ്ഞു തരാം. ജസ്റ്റ് ഇത്രേ ഉള്ളൂ, ഈസിയാണ് ക്ലോഡിനെ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് കമാൻഡിൽ ക്ലോഡ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇത്ര അടിക്കുമ്പോൾ തന്നെ നമുക്കിത് ക്ലോഡ് കോഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് ഡാർക്ക് മോഡ് വേണോ ലൈറ്റ് മോഡ് വേണോ. ഈ ആരോ കീ യൂസ് ചെയ്ത് നമുക്ക് ഡൗൺ ആക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ പല മോഡ് കാണിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഫസ്റ്റ് ഡാർക്ക് മോഡ് തന്നെ സെലക്ട് ചെയ്ത് എൻ്റർ അടിക്കുന്നു. അതിനുശേഷം ഇനി എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാൻ താല്പര്യമെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നീ ക്ലോഡിൻ്റെ അക്കൗണ്ട് സബ്സ്ക്രിപ്ഷൻ വേണം. ഇപ്പോൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ $20 $100 പാക്കേജ് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ആന്ത്രോപ്പിക്കിൻ്റെ കൺസോൾ അക്കൗണ്ടാണ്. അതായത് ആന്ത്രോപ്പിക്ക് തന്നെ അവരുടെ ക്ലോഡിൻ്റെ API കീ കൊടുക്കണമുണ്ട്. അപ്പോൾ നമ്മൾ ഈ API കീയിൽ ആൾറെഡി ക്രെഡിറ്റ്സോ ഡോളേഴ്സോ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ API കീ ഇവിടെ കൊടുത്താലും മതി. എൻ്റെ കേസിൽ ഇപ്പോൾ ക്ലോഡ് വിത്ത് സബ്സ്ക്രിപ്ഷനാണ്. അത് എൻ്റർ കൊടുക്കുന്നു. ഓട്ടോമാറ്റിക്കലി ഇത് ബ്രൗസറിലോട്ടൊരു ലിങ്ക് ഓപ്പൺ ആയി വരുന്നുണ്ട്. നമ്മൾ ആൾറെഡി സൈൻ ഇൻ ആണല്ലോ ബ്രൗസറിൽ, അതുകൊണ്ട് ഓതറൈസ് എന്ന് പറഞ്ഞ ബട്ടൺ വരുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ നേരത്തെ ലോഗിൻ ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾ ലോഗിൻഡ് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സൈൻ ഇൻ പേജ് ആയിരിക്കും വരിക, അവിടെ സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ആ ഓതറൈസ് ക്ലിക്ക് ചെയ്തതും നമ്മുടെ ആ ഒരു ടെർമിനലിൽ സക്സസ്ഫുള്ളി ഓതൻറ്റിക്കേറ്റഡ് ആണ്. ഇനി എൻ്റർ ക്ലിക്ക് ചെയ്യാൻ പറയുന്നുണ്ട് കണ്ടിന്യൂ ചെയ്യാൻ. ഓക്കെ, ക്ലോഡ് കോഡ് ക്യാൻ മേക്ക് മിസ്റ്റേക്ക് ഡ്യൂ ടു പ്രോംപ്റ്റ് ഇഞ്ചക്ഷൻ റിസ്ക്കും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള കോഡിൽ മാത്രമേ ഇത് റൺ ചെയ്യാവുള്ളൂ എന്നും പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ എൻ്റർ കൊടുക്കുന്നു. അതിനുശേഷം സെറ്റിങ്സ് സെറ്റപ്പ് ആക്കാൻ പറയുന്നുണ്ട്. ഒന്നീ റെക്കമെൻഡഡ് സെറ്റിങ്സ് യൂസ് ചെയ്യാൻ, ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ ഐ ട്രസ്റ്റ് ദിസ് ഫോൾഡർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ക്ലോഡിൽ നിന്ന് ഞാൻ റൺ ചെയ്തത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ മെയിൻ ഫോൾഡറിലാണ്, അതായത് റൂട്ട് ഫോൾഡർ എന്നൊക്കെ പറയും. അവിടെ വെച്ചാണ് ഞാൻ ഇത് കൊടുത്തത്. അതുകൊണ്ട് ആ ഒരു ഫോൾഡറിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ യെസ് ഐ ട്രസ്റ്റ്, എൻ്റെ ഫോൾഡറാണ്, എൻ്റെ കമ്പ്യൂട്ടറാണ്, എനിക്കറിയാവുന്ന ഫയൽസ് മാത്രമേ എൻ്റെ അകത്തുള്ളൂ. ഇതെല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ക്ലോഡ് കോഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്, സെറ്റാണ്. ഇത്രയേ ഉള്ളൂ ക്ലോഡ് കോഡിൻ്റെ സെറ്റപ്പ്. ഇനി ഞാൻ ക്ലോഡ് കോഡ് യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. ക്ലോഡ് കോഡിന് ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് ഓരോ ഫയൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതൊന്ന് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്യാൻ വേണ്ടി Ctrl+C ടൈപ്പ് ചെയ്താൽ മതി. 2 പ്രാവശ്യം Ctrl+C നക്കിയാൽ മതി, എക്സിറ്റ് ആവും. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഫൈൻഡറിൽ തന്നെ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ അകത്ത് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ഫോൾഡർ ഞാൻ ഓപ്പൺ ചെയ്തു. അതിൻ്റെ അകത്ത് തന്നെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇതിൽ ഞാൻ ജസ്റ്റ് ഡെമോ എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്ത് എക്സ്പെരിമെൻ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഡെമോ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ ടെർമിനൽ വഴി ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് CD എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഡയറക്ടറി എന്നാണ്. ഞാനിപ്പോൾ എൻ്റെ ടെർമിനലിൽ എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഡയറക്ടറി മാറി മാറി എനിക്ക് ആവശ്യമുള്ളിടത്തോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ചേഞ്ച് ഡയറക്ടറി ചെയ്യാൻ വേണ്ടിയാണ് ഈ CD കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി PWD എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ യൂസേഴ്സിൽ ജോബിൻ സെൽവാനോസ് എന്ന് പറഞ്ഞ ആ ഒരു ഫോൾഡറിൻ്റെ അകത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നോക്കുമ്പോൾ യൂസേഴ്സിൽ ജോബിൻ സെൽവാനോസിൻ്റെ അകത്താണ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ CD എന്ന് കൊടുക്കാം. അതിനുശേഷം ഡോക്യുമെൻറ്റ്സ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. അതിനുശേഷം ടാബ് എൻ്റർ ചെയ്താൽ മതി, ബാക്കി ഓട്ടോ കംപ്ലീറ്റ് ആവും. അതിനുശേഷം എനിക്ക് വീണ്ടും ഒന്നും കൂടെ ടാബ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് താഴെ കാണിക്കും. ഓക്കെ, നിങ്ങൾക്കിത് അറിയാമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയാൽ മതി. ഇത് അറിയാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി എക്സ്പെരിമെൻറ്റിംഗ് ആണ്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണുണ്ട്, ടാബ് എൻ്റർ ചെയ്യുന്നുണ്ട്, എക്സ്പെരിമെൻ്റ് അത് ഓട്ടോ കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഡെമോ DE എന്ന് ടൈപ്പ് ചെയ്തിട്ട് ടാബ് എൻ്റർ ചെയ്തു, ഇത് വന്നു. അപ്പോൾ എനിക്ക് എത്തേണ്ട ഫോൾഡറിൽ ഞാൻ എത്തിയിട്ടുണ്ട്, എൻ്റർ കൊടുത്തു. ഇപ്പം ഞാൻ ഡെമോ ഫോൾഡറിൻ്റെ അകത്ത് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്താണ് ഞാൻ എൻ്റെ ക്ലോഡ് റൺ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ക്ലോഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ കൊടുത്തു. ഈ ഫോൾഡർ ഞാൻ ട്രസ്റ്റ് ചെയ്യണുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, SI ട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലോഡ് ഇതിൻ്റെ അകത്ത് റൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഈ ഒരു ഫൈൻഡർ വിൻഡോ സൈഡിൽ വയ്ക്കാം. ഈ ഫോൾഡറിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നുമില്ല. ഇനി ഈ ഒരു ഫോൾഡറിൽ ക്ലോഡ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി /init എന്ന് ടൈപ്പ് ചെയ്യാം. ഇതെന്തിനാണ് ടൈപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് cloud.md എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് നമ്മുടെ ഓരോ ഇൻസ്ട്രക്ഷൻസ് ക്ലോഡിന് കൊടുക്കാനുള്ളത് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. ഫ്യൂച്ചറിൽ ഇനി ഓരോ പുതിയ സെഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് അപ്ഡേറ്റ് ആയി പോകും. അപ്പോൾ ക്ലോഡ് വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലോഡിന് മനസ്സിലാവും, ഓക്കെ ഞാൻ ഇതാണ് ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന്. പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് എന്താണ് ചെയ്യാൻ പോകണതെന്ന്. ഇപ്പോൾ വെബ് ആപ്പാണോ, ബാക്ക് എൻഡ് API ആണോ, ഫുൾ സ്റ്റാക്ക് ആപ്പാണോ എന്ന്. ഞാൻ അതർ നോട്ട് ഷുവർ എന്ന് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ താഴെ 5 പോയിട്ട് നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യാനുള്ളത്, ആ ഒരു ഫോൾഡർ എന്തിനാണെന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ പക്ഷേ 4 നോട്ട് ഷുവർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു
ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഫയൽ ക്രിയേറ്റ് ആവും. ഇപ്പോൾ ക്ലോഡ് ഓപ്പൺ ആണ്. ക്ലോഡ് ഓപ്പൺ ആയിട്ടുള്ള നമ്മൾ ഈ ഡെമോ ഫോൾഡറിൻ്റെ അകത്താണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ടാസ്ക് കൊടുക്കാം. ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി ഇവിടെ തന്നെ ക്രിയേറ്റ് hello.txt ഫയൽ വിത്ത് hello greetings for a speech. ഞാൻ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ അകത്തൊരു ടെസ്റ്റ് കണ്ടൻറ്റ് വരിക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഡു യു വാണ്ട് ടു ക്രിയേറ്റ് hello.txt ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ യെസ് കൊടുക്കാം. അതുപോലെ തന്നെ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യെസ് അലോ ആൾ എഡിറ്റിംഗ് ഡ്യൂറിങ് ദ സെഷൻ എന്നും കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ യെസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഹലോ എവരിവൺ, ഗുഡ് ഡേ ആൻഡ് വെൽക്കം, ഇറ്റ്സ് എ പ്ലഷർ ടു ജോയിൻ എന്ന് പറഞ്ഞൊരു സ്പീച്ചിന് വേണ്ടി ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഇനി അത് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങൾ ഓരോന്നും ചെയ്യും. ഇത് ജസ്റ്റ് ക്ലോഡ് കോഡിൻ്റെ ബേസിക് കാപ്പബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു തന്നെയാണ്. ഇനി ക്ലോഡ് കോഡ് യൂസ് ചെയ്ത് നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ എൻ്റെ ഡോക്യുമെൻസിൻ്റെ ഉള്ളിൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതായത് ആ ഒരു പ്രൊജക്റ്റിൻ്റെ നെയിം വെച്ച് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ലൈഫ് അവർ കാൽക്കുലേറ്റർ. ഓക്കെ, അങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി ഇവിടെ എസ്കേപ്പ് അടിക്കുകയാണ്. ഞാൻ എക്സിറ്റ് ആയതിനു ശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഡെമോയ്ക്കുള്ളിലാണ് സ്റ്റിൽ എൻ്റെ ടെർമിനൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്കത് പിറകിലോട്ട് പോകണം. അതിനുവേണ്ടി ജസ്റ്റ് CD ടൈപ്പ് ചെയ്യുക, .. അടിക്കുക. ഇപ്പോൾ എക്സ്പെരിമെൻറ്റ് ഫോൾഡറിലോട്ട് പോയിട്ടുണ്ട്. CD ടൈപ്പ് ചെയ്യുക, .. അടിക്കുക. ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലോട്ട് പോയിട്ടുണ്ട്. ഇതെനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്കും ചെയ്യാൻ പറ്റും. ഞാൻ അത് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഡെമോ ഫോൾഡറിലോട്ട് പോവുകയാണ്. എക്സ്പെരിമെൻറ്റ് ഡെമോ ഓക്കെ പോയിട്ടുണ്ട്. ജസ്റ്റ് ഇനി 2 ഫോൾഡർ പിറകിലോട്ട് വരാൻ CD .. ഓക്കെ, 2 പ്രാവശ്യം ഞാൻ ഇപ്പോൾ പിറകിലോട്ട് വന്നിട്ടുണ്ട്. ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ എത്തിയിട്ടുണ്ട്. ഇനി എനിക്കിത് പ്രൊജക്ട്സ് ഫോൾഡറിലോട്ട് പോകണം. അപ്പോൾ പ്രൊജക്ട്സ് / എൻ്റെ ലൈഫ് അവർ കാൽക്കുലേറ്റർ എന്നൊരു പ്രൊജക്റ്റ്. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് ക്ലോഡ് റൺ ചെയ്യുന്നു. ഐ ട്രസ്റ്റ് ദിസ് ഫോൾഡർ കൊടുക്കുന്നു. ക്ലോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് 3 രീതിയിൽ പ്രോംപ്റ്റ് ചെയ്യാം. പല മോഡ്സ് ആണ്. നേരത്തെ നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് പോകുന്നു എന്നൊരു രീതിയിലാണ്. ഇനി നമുക്ക് ഇവിടെ ഷിഫ്റ്റ് ടാബ് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണാം അക്സെപ്റ്റ് എഡിറ്റ് ഓൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷനായി. അതായത് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ റിക്വസ്റ്റ് ചോദിച്ചില്ലേ, അത് തന്നെ അക്സെപ്റ്റ് ചെയ്ത് പൊക്കോളും. നമ്മളടുത്ത് വീണ്ടും ചോദിക്കാൻ നിൽക്കത്തില്ല. വീണ്ടും ഒന്നും കൂടെ ഷിഫ്റ്റ് ടാബ് നിൽക്കിയാൽ പ്ലാനിങ് മോഡ് ഓൺ ആവും. അതായത് നമ്മൾ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്ത് നമ്മൾക്ക് പ്ലാൻ തന്നതിന് ശേഷം നമ്മളത് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് പ്രൊജക്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ അപ്രൂവലിൻ്റെ പുറത്ത് ആ ഒരു പ്ലാനിൽ എന്തെങ്കിലും ചേഞ്ച് വേണമോ എന്ന് ഇങ്ങോട്ട് ചോദിക്കും. ആ ചേഞ്ച് ചെയ്തതിന് ശേഷം ആ പ്ലാൻ വെച്ച് അത് കണ്ടിന്യൂ ചെയ്യും. ആ ഒരു രീതിയിൽ ചെയ്യും. ഞാനൊരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു ലൈഫ് അവർ കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യണം. അതെന്ന് പറയുമ്പോൾ അതിനൊരു ഇൻപുട്ട് വേണം. അതിന് ഐറ്റം പ്രൈസ്, അതായത് നമ്മളൊരു സംഭവം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നു. ആ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് നമ്മൾ അവർലി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് യൂഷ്വലി കിട്ടാറ്, അതിനുശേഷം ഒരു ബ്യൂട്ടിഫുൾ കാർഡ് ഷോ ചെയ്യണം. എത്ര അവർ നമ്മൾ വർക്ക് ചെയ്താലാണ് ആ ഒരു ഐറ്റം നമുക്ക് വാങ്ങാൻ പറ്റുക. അതുപോലെ ഒരു ഫണ്ണി റിഗ്രറ്റ് മീറ്റർ അതിൽ വേണം. അത് മുകളിലോട്ട് പോവുകയും താഴോട്ട് വരികയും ചെയ്യും അതിൻ്റെ പ്രൈസിനനുസരിച്ച്. ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ആപ്പിളിൻ്റെ സ്റ്റൈലുള്ള എസ്തെറ്റിക് വൈബിൽ ഒരു സംഭവം ബിൽഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എൻ്റർ അടിക്കുന്നുണ്ട്. ജസ്റ്റ് ഇത്ര ചെയ്യുമ്പോൾ തന്നെ ക്ലോഡ് പോയി പണി എടുക്കണമുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും ക്ലോഡ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സോണറ്റ് 4.6 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ ഈ മോഡൽ എങ്ങനെ സ്വിച്ച് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഇപ്പോൾ എന്താണ് ഇത് പണി ചെയ്യണതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിപ്പോൾ പ്ലാന് ഡിസൈൻ ചെയ്യണമുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും 3 ടൂൾ അത് യൂസ് ചെയ്തു, 13,800 ടോക്കൺസ് അത് യൂസ് ചെയ്തു, എത്ര ടൈം യൂസേജ് വന്നായിരുന്നു, അങ്ങനെ ഓരോന്ന് കാണിക്കണുണ്ട്. എനിക്കിപ്പോൾ പ്ലാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം സ്ക്രീന്. ഓക്കെ, അപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ലൈഫ് അവർ കാൽക്കുലേറ്റർ, പ്രൊജക്റ്റിൻ്റെ പേര്, അതുപോലെ തന്നെ എങ്ങനെ ചെയ്യുന്നു, ഏതൊക്കെ ഫയൽ യൂസ് ചെയ്യുന്നു. ഇവിടെ USD ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് USD പോരാ, എനിക്ക് INR വേണം. ഓക്കെ, അങ്ങനെ ഒരു ചേഞ്ച് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് മെട്രിക്സ്, അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇനി താഴെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ കോണ്ടസ്റ്റ് ആൻഡ് ഓട്ടോ അക്സെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഓട്ടോ അക്സെപ്റ്റ് എഡിറ്റ്സ് ഉണ്ട്. മാനുവലി അപ്രൂവ് എഡിറ്റ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് ഇതൊന്നും അല്ല വേണ്ടത്. 4ാമത്തെ ഓപ്ഷനിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. ഐ ഡോണ്ട് വാണ്ട് USD, ഐ വാണ്ട് INR കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു പ്ലാൻ അപ്ഡേറ്റ് ചെയ്യണത്
ഇപ്പോൾ നമുക്ക് പ്ലാൻ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും INR-ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എക്സാമ്പിൾസിനും കാര്യങ്ങൾക്കെല്ലാം. ഇവിടെ നമുക്ക് ഇനി നമ്മൾ നോക്കുമ്പോൾ 4ാമത്തെ ഓപ്ഷൻ ഇനി യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള പ്ലാൻ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റത്തെ ഓപ്ഷനിലോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓരോ സെഷനും, അതായത് നമ്മളിങ്ങനെ ക്ലോഡ് എടുത്ത് ഓരോ പ്രോംപ്റ്റ് ചെയ്യുന്ന ഓരോ സെഷനും ഓരോ പ്രാവശ്യം ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ സെഷൻ ആയിരിക്കും. അല്ല പഴയ സെഷനിലോട്ട് നമുക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ സെഷനും ഒരു ടോക്കൺ ലിമിറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡലിന് 1 മില്യൺ ടോക്കൺ ആണെന്ന് വെച്ചോ. ഇപ്പം ടോക്കൺ എന്തിനാണ് യൂസ് ആവണമെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടില്ല, ഇവിടെ 13,000 ടോക്കൺസ് യൂസായി. അതുപോലെ ഓരോ സ്റ്റെപ്പിൽ ടോക്കൺസ് യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സെഷൻ്റെ ടോക്കൺസ് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോംപ്റ്റ് ചെയ്താലുള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ പഴയ കാര്യം ഇത് മറന്നു പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 1 മില്യൺ ക്യാപ്പബിലിറ്റി ഉള്ളൊരു മോഡലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 1.2 മില്യൺ അടുപ്പിച്ച് നമ്മൾ ടോക്കൺ നമ്മൾ യൂസേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാറ്റ് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ 200K സെഷൻ ആ തുടക്കത്തിലുള്ള സംസാരിച്ച കാര്യങ്ങളും അത് നമുക്ക് തന്നിട്ടുള്ള ഔട്ട്പുട്ടും കാര്യങ്ങളെല്ലാം അത് മറക്കും. അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കുഴപ്പമില്ല, ഫസ്റ്റത്തെ തന്നെ കൊടുക്കാം, 9% യൂസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ ഓരോ പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കാം, അത് ചെയ്ത് മൂവ് ഓൺ ചെയ്യാം. പക്ഷെ നമുക്കിപ്പോൾ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് 2ാമത്തെ ഓപ്ഷൻ തന്നെ കൊടുക്കാം, എൻ്റർ ചെയ്യുന്നു. 3ാമത്തെ ഓപ്ഷൻ ആണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഓരോ സ്റ്റെപ്പ് ഇങ്ങോട്ട് ചോദിക്കുന്നത് മാനുവലി അപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ 2ാമത്തെ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മാനുവലി അപ്രൂവ് ചെയ്യേണ്ട ഓട്ടോ അക്സെപ്റ്റ് മോഡാണ് കൊടുത്തിട്ടുള്ളത്. ക്ലോഡ് അവിടെ പണി എടുക്കണമുണ്ട്. നമുക്കൊന്ന് ഫോൾഡറിലോട്ട് വന്ന് നോക്കിയാൽ ഓക്കെ, ഫയലൊന്നും ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, പക്ഷേ ക്ലോഡ് പണിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ 2 മിനിറ്റായിട്ട് അത് പ്ലാൻ ചെയ്യണമുണ്ട്. അതുപോലെ തന്നെ 1.7 ടോക്കൺസ് ഇപ്പോൾ യൂസേജ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓരോ ഫയൽസായിട്ട് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. index.html എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ഫയൽ ഓപ്പൺ ചെയ്തോട്ടെ അത്. അപ്പം ഞാൻ പറയുന്നുണ്ട് ഓക്കെ ഫയൽ ഓപ്പൺ ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. സാധനം സെറ്റായി, സംഭവം സെറ്റാക്കി എനിക്ക് തന്നിട്ടുണ്ട്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്കിപ്പോൾ ഒരു 1.5 ലക്ഷം രൂപയുടെ ഒരു സംഭവം വാങ്ങണം. അപ്പോൾ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1.5 ലക്ഷം രൂപ. ഓക്കെ, അവർലി വേജ് ഞാൻ 2500 കൊടുത്തു. അപ്പോൾ ഞാൻ 60 മണിക്കൂർ വർക്ക് ചെയ്താൽ, അതായത് ഒരു 7 വർക്ക് ഡേയ്സ് അല്ലെങ്കിൽ 3600 മിനിറ്റ് പണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപയുടെ ഐഫോൺ എനിക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ അത് റിഗ്രറ്റ് മീറ്ററിൽ അങ്ങറ്റം പോയി കിടക്കുകയുള്ളു. ഇപ്പോൾ എൻ്റെ ഒരു അവർലി വേജ് ഇപ്പോൾ 25,000 രൂപയാണെങ്കിൽ ഓക്കെയാണ്, വീട്ടിൽ കുഴപ്പമില്ല. അപ്പോൾ അതൊരു ഫണ്ണായിട്ടൊരു സംഭവമാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ ഓരോന്നും നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് വേണമെങ്കിൽ മാറ്റാനേ ഉള്ളൂ. അതൊക്കെ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. ഞാൻ ജസ്റ്റ് ഇത് യൂസ് ചെയ്ത് എങ്ങനെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ബേസിക് ആയിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തിരിച്ച് ടെർമിനലിലോട്ട് പോവാം. ടെർമിനലിലോട്ട് വന്നപ്പോൾ നമുക്കിപ്പോൾ ഡൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഓരോന്നും കാണിക്കണുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് പല മോഡൽസ് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ മോഡൽസ് എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റണമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ /മോഡൽ നമ്മൾ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മോഡൽസ് ഫോർ ക്ലോഡ് കോഡ് എന്ന് കാണാൻ പറ്റും. അവിടെ കറൻ്റ്ലി ഇപ്പോൾ സോണറ്റാണ് യൂസ് ചെയ്യണത്, സോണറ്റ് 4.6. ഇത് നമുക്ക് വേണമെങ്കിൽ മാറ്റി ഓപ്പസ് ആക്കാൻ പറ്റും. ഓപ്പസ് മോഡലുണ്ട്. അപ്പോൾ ഓപ്പസ് ക്ലോഡിൻ്റെ ഓപ്പസ് 4.6 ഉണ്ട്, ആ മോഡലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹൈക്കു എന്ന് പറഞ്ഞ മോഡലും ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ സോണറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ടാസ്കുകൾക്ക് കൊടുക്കണതാണ്. ഓപ്പസ് എന്ന് പറഞ്ഞാൽ നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള വലിയ ടാസ്കുകൾക്ക് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഹൈക്കു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനോ പെട്ടെന്ന് റെസ്പോൺസ് കിട്ടാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിച്ച് അങ്ങനെ ഓരോ കോൺവെർസേഷന് വേണ്ടി മാത്രമേ അത് യൂസ് ചെയ്യാറുള്ളൂ. ഇങ്ങനെ പണി കൊടുക്കാൻ വേണ്ടി അത് അത്ര ബെറ്റർ അല്ല. ഇതാണ് ആ മോഡൽസ് തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് എത്ര യൂസേജ് ചെയ്തെന്ന് /കോണ്ടസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് എത്ര നമ്മൾ യൂസേജ് ചെയ്തിട്ടുണ്ട്, ഈ കോണ്ടസ്റ്റ് എത്ര യൂസേജ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ക്ലോഡ് ഓപ്പസ് 4.6 200K ടോക്കൺസ് ടോട്ടലിൽ 24K യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് 12%. അതിൽ ഇനി അവൈലബിൾ ആണ്, ഇത്രയും സ്പേസസ് ഫ്രീ അവൈലബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ പ്ലാൻ ചെയ്തൊക്കെ നമുക്ക് ഓരോന്നും ചെയ്യാം. വലിയ വലിയ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ നോക്കി നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യണം. അതുപോലെ തന്നെ സെഷൻസ് അതനുസരിച്ച് മാറണം, കോണ്ടസ്റ്റ് അതനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യണം. കോണ്ടസ്റ്റ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ തന്നെ അതിന് പറയാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തൊക്കെയാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. ഇനി ഇതിൽ വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. /അടിച്ചിട്ട് സ്കിൽസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്ക് സ്കിൽസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്കിൽസ് എന്ന് പറയുമ്പോൾ ഇപ്പം സ്കിൽസ് കാണിക്കുന്നില്ല ഒന്നും, കാരണം നമ്മൾ സ്കിൽസ് യൂസ് ചെയ്യുന്നില്ല. ഇനി ഞാനൊരു സ്കിൽസ് ഡൗൺലോഡ് ചെയ്യാൻ പോവാം. അതിനുവേണ്ടി skills.sh എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, അത് ഓപ്പൺ ചെയ്തു. ഇവിടെ ഒരുപാട് 10,87,000 സ്കിൽസ് കാണാൻ പറ്റും. സ്കിൽസ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ എഐക്ക് കുറച്ചും കൂടെ ക്യാപ്പബിലിറ്റി കൊടുക്കാനാണ്. ഈ സ്കിൽസ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ആൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ എന്തായാലും വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കണ്ടു തീർത്തതിന് ശേഷം നിങ്ങൾ എന്തായാലും കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എഐക്ക് എങ്ങനെയാണ് പ്രോംപ്റ്റ് ചെയ്തത്, നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഒരു പർട്ടിക്കുലർ വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ വീണ്ടും വീണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനുവേണ്ടി ആ ഒരു ഇൻസ്ട്രക്ഷനെ
ഒന്ന് റാപ്പ് ചെയ്ത് ഒരു സ്കിൽസായിട്ട് മാറ്റുന്നു. ആ സ്കിൽസിനെ നമ്മൾ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നു എന്നൊരു കൺസെപ്റ്റാണ്. ഇത് റീയൂസബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് വരുമ്പോൾ പല സ്കിൽസുണ്ട്. ഇതിൽ ഫ്രണ്ട് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു സ്കില്ലുണ്ട്, അത് ഞാൻ എടുക്കുകയാണ്. ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു കമാൻഡ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ സ്കിൽസിൻ്റെ ടാബ് ഓപ്പൺ ആയിരിക്കുക, അപ്പോൾ ഒന്ന് എസ്കേപ്പ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ജസ്റ്റ് ഇൻസ്റ്റാൾ ദിസ് സ്കിൽ, അതിനുശേഷം ഇതൊന്ന് പേസ്റ്റ് ചെയ്തു. ആ ഒരു സ്കില്ല് ഇൻസ്റ്റാൾ ആക്കുന്നുണ്ട്. ഓക്കെ, ഇൻസ്റ്റാൾ ആക്കണമോ എന്ന് ചോദിക്കുന്നുണ്ട്, എസ് കൊടുക്കാം. ഓക്കെ, വീണ്ടും ഒരിത് ചോദിക്കുന്നുണ്ട്, നമുക്കത് എസ് കൊടുക്കാം. പിന്നെ ഈ സ്കിൽസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, സ്കിൽസിൽ മെലീഷ്യസ് സ്കിൽസും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്കിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വായിച്ചു നോക്കാം എന്താണ് ഈ സ്കിൽസ് ഉദ്ദേശിക്കണേന്നേ നമുക്കിവിടെ വായിച്ചു നോക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വേറൊരു പ്രശ്നമുള്ളതൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് വരാനുള്ള സാധനമുണ്ട്. കാരണം ഈ പ്രോംപ്റ്റ് കൊടുക്കുന്നതിനെ ബേസ് ചെയ്താണ് അവിടെ ക്ലോഡ് കോഡും വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മളെല്ലാം എസ് കൊടുത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നും ശ്രദ്ധിക്കാതെ വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയൽസ് വരെ ഡിലീറ്റ് ആയി പോകാനും വേറെ പല കാര്യങ്ങളും നടക്കാനും സാധ്യത ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ചുകൊണ്ട് യൂസ് ചെയ്യുക. അപ്പോൾ സ്കിൽസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് /skills എന്നൊന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോഴും സ്കിൽസ് ഇല്ലെന്നാണ് കാണിക്കണേ. ഞാൻ എന്തായാലും ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഓപ്പൺ ചെയ്യാം. ക്ലോസ് ചെയ്തു. അതിനുശേഷം സെയിം സെഷൻ തന്നെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു കമാൻഡ് കാണിക്കുന്നുണ്ട്, അതൊന്ന് കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് സെയിം സെഷൻ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് സ്കിൽസ് എന്നൊന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമുക്കിവിടെ ഫ്രണ്ട് ആൻഡ് സ്കിൽസ് എന്ന് കാണാൻ പറ്റും. ഈ ഫ്രണ്ട് ആൻഡ് സ്കിൽസിൻ്റെ മുകളിൽ പ്രൊജക്ട് സ്കില്ലാണെന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് പ്രൊജക്റ്റിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇതുപോലെ ഗ്ലോബൽ സ്കിൽസ് ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടറിലെ എല്ലാ പ്രൊജക്ട്സിനും അവൈലബിൾ ആവും. പക്ഷേ അത് ഡിപ്പെൻസ് ആണ്, അതിനൊക്കെ ഓരോ യൂസ് കേസസ് ഉണ്ട്. എന്തിനാണ് ഗ്ലോബൽ സ്കില്ല്, എന്തിനാണ് പ്രൊജക്ട് സ്കില്ല് എന്ന് പറഞ്ഞാൽ ഓരോ യൂസ് കേസസ് ഉണ്ട്. അതിനനുസരിച്ച് വേണം അത് യൂസ് ചെയ്യാൻ. അതൊക്കെ നമുക്ക് പിന്നീട് ഞാൻ സംസാരിക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതൊന്ന് എസ്കേപ്പ് ക്ലിക്ക് ചെയ്തൊന്ന് ക്ലോസ് ചെയ്യണമുണ്ട്. ഇനി ആ സ്കില്ല് യൂസ് ചെയ്ത് കൊണ്ട് നമുക്ക് ഈ ഫ്രണ്ട് ആൻഡ് ഡിസൈൻ കുറച്ചും കൂടെ അടിപൊളിയാക്കാം. ഇപ്പോൾ ഫ്രണ്ട് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു സ്കില്ലാണല്ലോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ ഈ ഡിസൈൻ ഒന്ന് കുറച്ചും കൂടെ എസ്തെറ്റിക്കലി പ്ലീസിങ് ആക്കാൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീണ്ടും ടെർമിനലിലോട്ട് തിരിച്ചു വരികയാണ്. ഇനി ഞാൻ /frontend എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സ്കില്ല് നമുക്കിവിടെ കാണാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദ സ്കിൽസിലും ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു സെലക്ഷൻ ഫ്രണ്ട് ആൻഡ് സ്കില്ലിലോട്ട് ആരോ കീ യൂസ് ചെയ്ത് എത്തിക്കുക, ടാബ് എൻ്റർ ചെയ്യുക, അത് ഓട്ടോ കംപ്ലീറ്റ് ആവും. അതിനുശേഷം പ്രോംപ്റ്റ് ചെയ്യുക. ഇങ്ങനൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ സ്കില്ല് യൂസ് ചെയ്യുക, ഫ്യൂച്ചറിസ്റ്റിക് വൈബാക്കുക. അതുപോലെ ഇപ്പോൾ ഐഫോണിലും ആപ്പിളിലൊക്കെ ഉള്ള ആ ഒരു ഗ്ലാസിൻ്റെ എഫക്റ്റ് കൊണ്ടുവരാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്തു തരുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് ടിപ്പൊക്കെ കാണിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചാൽ ബെറ്റർ ആയിരിക്കും. ഓരോ സിറ്റുവേഷനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഓരോ ടിപ്സ് ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്തിടാറുണ്ട്. നമ്മൾ ചോദിച്ചില്ലെങ്കിൽ എടുത്ത് തരും അത് ടിപ്സൊക്കെ. അപ്പോൾ ഓക്കെ, അത് പണി ചെയ്യണമുണ്ട്. ഈ ഒരു പേജെല്ലാം റീഡിസൈൻ ചെയ്ത് തരാം, കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറയണുണ്ട്. നമുക്ക് ക്ലോഡ് കോഡ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഫയലിൽ ഇങ്ങനെ കുറച്ച് അപ്ഡേഷൻസ് വരുത്തിയിട്ടുണ്ട്, അപ്പോൾ ആ ഒരു ഫയലിൻ്റെ പുറത്തൂടെ എഴുതണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ യെസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ചസ് വരുത്തുകയാണ്. ഇനി അത് ഓപ്പൺ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, ഡോണ്ട് ആസ്ക് ദിസ് ഫോർ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഡിസൈൻ എൻറ്റയർലി മാറ്റിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് എഫക്റ്റൊക്കെ എവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എവറി സിംഗിൾ റുപ്പി ഈസ് എ സ്ലൈസ് ഓഫ് യുവർ ടൈം, യൂസ് ഇറ്റ് വൈസ്ലി എന്നൊക്കെ പറയണുണ്ട്. നേരം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ കുറച്ച് നല്ല അടിപൊളി ഡിസൈൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ആനിമേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഓക്കെ, ഒരു കളറും ആനിമേഷനും സംഭവം എല്ലാം കൊള്ളാം. ഇനി നമുക്കിതിങ്ങനെ മൊബൈലിൽ കണക്ട് ചെയ്യാമെന്ന് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ജസ്റ്റ് /remote എന്ന് ടൈപ്പ് ചെയ്യുക. താഴെ നമുക്ക് റിമോട്ട് കൺട്രോൾ എന്ന് കാണാം, അത് ഓൺ ചെയ്യുക. അതിനുശേഷം എനേബിൾ റിമോട്ട് കൺട്രോൾ ഫോർ ദിസ് സെഷൻ ഉണ്ട്. ഓക്കെ, അത് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് റിമോട്ട് കൺട്രോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഈ ലിങ്ക് യൂസ് ചെയ്ത് നമുക്കിനി ഇത് റിമോട്ട് കൺട്രോൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ലിങ്കിന് പകരം വേറൊരു മെത്തേഡുണ്ട്. നമുക്ക് /remote control എന്ന് ഒന്നും കൂടെ നമ്മൾ ടൈപ്പ് ചെയ്താൽ നമുക്ക് ഇവിടെ മുകളിൽ ഡിസ്കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഷോ QR കോഡുണ്ട്. അത് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു QR കോഡ് കാണാൻ പറ്റും. മൊബൈലിൽ ഇനി ഞാൻ ക്ലോഡിൻ്റെ ആപ്പുണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ സെയിം അക്കൗണ്ടായിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന ഹാംബർഗർ മെനു അല്ലെങ്കിൽ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നാൽ നമുക്ക് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള സെഷൻ ഏതൊക്കെ ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇപ്പം ബേസ് ഡയറക്ടറി ഫോർ സ്കിൽ, ജോബൻ സെലോനോസ്, മാക് ആണെന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്.
നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ടൈപ്പ് ചെയ്ത പ്രോംപ്റ്റ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ ക്യാമറ എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ മതി. QR കോഡ് സ്കാൻ ചെയ്യണതും നമ്മൾ ഈ സെയിം സെഷനിലോട്ട് തന്നെ എത്തും. ഇതിലാണെങ്കിൽ നോട്ടിഫിക്കേഷനും ഓണാക്കി ഇടാം. നമ്മളിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഫോണും വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ എന്തായാലും ഇവിടെ ഇത് ഓപ്പൺ ആണ്. ഇപ്പോൾ എന്തായാലും ഇവിടെ കണ്ടിന്യൂ കൊടുത്ത് ഈ QR കോഡൊന്ന് മാറ്റുന്നുണ്ട്. ഞാൻ ഇനി ജസ്റ്റ് എൻ്റെ മൊബൈലിൽ യൂസ് ചെയ്ത് പ്രോംപ്റ്റ് ചെയ്യാൻ പോവാം. ഇതിൽ എത്ര ഫയൽസ് ഉണ്ടെന്നുള്ള രീതിയിൽ. ഞാൻ എന്തായാലും എൻ്റെ ആപ്പിൾ കീബോർഡിലുള്ള ഈ ഒരു മൈക്ക് യൂസ് ചെയ്തൊന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണുണ്ട്. ഹൗ മെനി ഫയൽസ് ആർ ദെയർ ആൻഡ് എക്സ്പ്ലെയിൻ മീ ദ കോഡ് സിംപിളി ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ്. തിങ്ക് ഐ ആം നോട്ട് എ ഡെവലപ്പർ ആൻഡ് എക്സ്പ്ലെയിൻ മീ ഇറ്റ്. ഇനി ഞാൻ ഒന്ന് സെൻഡ് ചെയ്യുന്നുണ്ട്. സെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ എന്തോ വർക്ക് ചെയ്യുന്നത് കാണാം. അതേ ടൈം നമുക്കിവിടെ കമ്പ്യൂട്ടറിലെ ടെർമിനലിലും കാണാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഇതുപോലെ ഫോൺ കൊണ്ടുവന്നു, കോഡ് ഇങ്ങനെ ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ഇത് കോഡ് ചെയ്യുന്നു. നമുക്കിവിടെ ഓരോ ഔട്ട്പുട്ട് വരുന്നത് കാണാം. അത് ഫയൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുമുണ്ട്. മൊബൈലിൽ ഇതാ വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആകെ ഒരു ഫയലേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പെർഫെക്റ്റ്ലി പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇത് വർക്ക് ചെയ്തുണ്ട്. ഇനി ഇത് ഡിസ്കണക്ട് ചെയ്യാൻ ജസ്റ്റ് സ്ലാഷ് അടിക്കുക, റിമോട്ട് കൺട്രോൾ എന്നൊന്നും കൂടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഡിസ്കണക്ട് ദിസ് സെഷൻ എന്ന് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ സ്ലാഷ് അടിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് ഇതെല്ലാം നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇതോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഇതിൽ ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് എനിക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. അതായത് ഇതിൽ ഹുക്സ് ഉണ്ട്, പ്ലഗിൻസ് ഉണ്ട്, കോഡ് റിവ്യൂവിന് വേണ്ടി CI/CD പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ടീംമേറ്റ്സ് അവരുടെ പ്രൊജക്റ്റ് ഗിറ്റ്ഹബ് പോലത്തെ നമ്മുടെ കോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ക്ലൗഡ് ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രൊജക്ട് റെപ്പോസിറ്ററിയിലോട്ട് പുതിയൊരു കോഡ് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു ഫീച്ചേഴ്സ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അപ്ലോഡ് ചെയ്യുന്ന കോഡിനെ റിവ്യൂ ചെയ്തിട്ട് അതിലെന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ഇത് നോക്കി പെർഫെക്റ്റ്ലി പറഞ്ഞു തരും. അതുപോലെ തന്നെ ഏജന്റിക് ടീംസ് ഉണ്ട്. ഞാൻ ആൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് ഏജന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ സ്ലാഷ് ടൈപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഏജന്റ് എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് മൾട്ടിപ്പിൾ ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാനും ഓരോ ഏജന്റിന് ഓരോ പണി കൊടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഏജന്റിന്റെ ഉള്ളിൽ തന്നെ സബ് ഏജൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഏജൻസിനെ എല്ലാം കൂടെ കൂട്ടി ഓരോ ടീമാക്കാം. ഒരു ടീം ഏജൻസ് ടെസ്റ്റിങ്ങിന് വേണ്ടി ടെസ്റ്റിങ്ങിൻ്റെ അണ്ടറിൽ തന്നെ പല ഏജൻസ്. ഇതിന് പുറത്ത് സ്കിൽസ് തന്നെ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്കത് കോൺടെസ്റ്റ് മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റും. MCP നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. MCP എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് പുറത്തുള്ള ഏതെങ്കിലും ടൂളുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ MCP യൂസ് ചെയ്യാൻ പറ്റും. MCP എന്താണെന്ന് അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ആൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. സിമ്പിളായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പ്രൊജക്റ്റിലൊക്കെ ക്ലോഡ് AI ഫയലും മെമ്മറി ഫയലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ക്ലോഡിൽ എക്സ്പ്ലോർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഫുൾ ഇതിലാണ് ഇരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലിറ്ററലി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ട്രൈ ഔട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു മാസ്റ്റർ ക്ലാസ് ആയിട്ട് ഒരു പെർഫെക്റ്റ്ലി ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഒരു വലിയ വീഡിയോ ആയിരിക്കും. ഇരുന്ന് കാണേണ്ടി വരും. പക്ഷേ അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ക്ലാസ് എന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കമൻറ്റ് വരണമെന്ന് നോക്കട്ടെ. ഒരുപാട് കമൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് സെൽഫ് ലേൺ ചെയ്ത് പഠിക്കാനേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ക്ലൗഡ് യൂസ് ചെയ്ത് പഠിക്കട്ടെ. അതിന് പുറത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഉടനെ തന്നെ എത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു ടെക് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോബിൻ സലോനോ സൈനിങ് ഔട്ട്.